സോണിയാഗാന്ധിയുടെ പരാമർശത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി രാഷ്ട്രപതി ഭവൻ. മാപ്പ് പറയണമെന്ന് നരേന്ദ്രമോദിയും ബി.ജെ.പിയും. സോണിയ രാഷ്ട്രപതിയെ അപമാനിച്ചിട്ടില്ലെന്ന് പ്രിയങ്ക. വിവാദം നയപ്രഖ്യാപനം വായിച്ച് പാവം രാഷ്ട്രപതി തളർന്നു എന്ന പരാമർശത്തിൽ. ചോറ്റാനിക്കരയിൽ ക്രൂര പീഡനമേറ്റ പോക്സോ കേസ് അതിജീവിത മരിച്ചു. ക്രൂരമായി മർദ്ദിച്ചത് മുൻ സുഹൃത്ത് അനൂപ്. 6 ദിവസം പെൺകുട്ടി വെന്റിലേറ്ററിലായിരുന്നു. പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്ന് പോലീസ്. വിവാദ ആൾ ദൈവം നിത്യാനന്ദയ്ക്ക് തിരിച്ചടി. തമിഴ്നാട്ടിലെ 3 മഠങ്ങളുടെ അധിപതിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം തള്ളി മദ്രാസ് ഹൈക്കോടതി. ബലാത്സംഗമടക്കമുള്ള കേസുകളിലെ പ്രതിയായ നിത്യാനന്ദ ഇപ്പോൾ താമസം ഇന്ത്യക്ക് പുറത്ത് കൈലാസം എന്ന പേരിൽ സ്വയം സ്ഥാപിച്ച സാങ്കല്പിക രാജ്യത്ത്. കാരണവർ കൊലക്കേസിലെ പ്രതി ഷെറിനെ മോചിപ്പിക്കരുതെന്ന് രമേശ് ചെന്നിത്തല ഗവർണർക്ക് കത്ത് നൽകി. ജയിലിൽ കഴിയുന്ന ഷെറിനെ മോചിപ്പിക്കാനുള്ള മന്ത്രിസഭാ ശുപാർശ നിയമവിരുദ്ധമെന്നും ചെന്നിത്തല. നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ പ്രതിയുടെ മുഖസാമ്യ പരിശോധന പൂർത്തിയായി. CCTV ദൃശ്യത്തിലുള്ളത് പ്രതി ഷരീഫുൽ ഇസ്ലാം തന്നെയെന്ന് പോലീസ്.